10th ലെവൽ പ്രിലിംസ് പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ്. പല ആൾക്കാരുടെയും വലിയ പ്രതീക്ഷയാണ് ആ പരീക്ഷ. ഇത് ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മെയിൻസ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ട്രെസ് അടിച്ച് പ്രശ്നമായിട്ടിരിക്കുന്ന എല്ലാവരുടെയും സ്ട്രെസ് അലിയിച്ച് കളയാനുള്ള ഒരു സെഷനാണ് നമ്മുടെ ഇന്നത്തേത്. നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ടെൻഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് നാളെ പരീക്ഷ അടിപൊളിയായി എഴുതാൻ പറ്റും. ഈ PSC പരീക്ഷകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ GK അല്ലെങ്കിൽ മാത്സ്, മെന്റൽ എബിലിറ്റി ഇതൊക്കെ അളക്കാനുള്ള പരീക്ഷ മാത്രമല്ല. ഇതൊരു സൈക്കോളജിക്കൽ പരീക്ഷയും കൂടെയാണ്. നിങ്ങളുടെ വ്യക്തിത്വവും ഇവിടെ അളക്കപ്പെടുന്നുണ്ട്. കാര്യം ആ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം നിങ്ങൾക്ക് എത്രത്തോളം എഫിഷ്യന്റ് ആയി മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നും ഈ എക്സാംസ് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന പല ചോദ്യങ്ങളും ടെൻഷൻ കൂടിയത് കാരണം എക്സാം ഹോളിൽ കൊണ്ടുപോയി തെറ്റിക്കാറുണ്ട്. അപ്പം സ്ട്രെസ് പ്രോപ്പറായി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ജോലിയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എല്ലാ പരീക്ഷകളെയും അപ്രോച്ച് ചെയ്യുക. ഒരു ഫിലോസഫിക്കലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കാം. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഇഷ്ടംപോലെ ഫ്രീ മെറ്റീരിയൽസും അഫോർഡബിൾ കോഴ്സസും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു അജണ്ടയിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സൈക്കോളജിക്കൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥരാവാനുള്ള ഒരു മാനസികമായിട്ടുള്ള മെച്യൂരിറ്റി ഉണ്ട് എന്ന് ആ എക്സാം ഹോളിൽ പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം കോൺഫിഡൻസ് തന്നെയാണ്. കോൺഫിഡൻസ്. ഇപ്പം എല്ലാം പഠിച്ച ആൾക്കാർ ആരുമില്ല. സിലബസിനകത്തെ A to Z കാണാതെ പഠിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 100% പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ആരുമില്ല. എല്ലാവർക്കും ഏതെങ്കിലും ഒക്കെ ഒരു ഏരിയ വീക്ക്നെസ് തന്നെയാണ്. ചില ആൾക്കാർക്ക് മാത്സ് ആവാം, ചില ആൾക്കാർക്ക് ജോഗ്രഫി ആവാം, ചിലർക്ക് ഹിസ്റ്ററി, എക്കണോമിക്സ്, എന്തുമാവാം. 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിട്ടല്ല നിങ്ങൾ കോമ്പീറ്റ് ചെയ്തത്. നിങ്ങളെ പോലെ തന്നെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ്, മനുഷ്യന്മാരുമായിട്ട് മാത്രമാണ് നിങ്ങളുടെ മത്സരം. അന്യഗ്രഹ ജീവികളെ ഒന്നും PSC ഇറക്കുമതി ചെയ്തിട്ടില്ല നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് ആര് ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യുന്നു അവർക്കിവിടെ 1-2 മാർക്ക് എക്സ്ട്രാ വീഴും. റാങ്ക് ലിസ്റ്റിൽ വലിയ ഒരു വ്യത്യാസം വരുത്താൻ അതായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാം. ഞാൻ 1-2 ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. അതിനു മുമ്പ് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ആണ് ടൈം മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങളുടെ ഇരിക്കുന്ന ചോദ്യ പേപ്പർ, ആ ചോദ്യ പേപ്പറിൽ 10 മണിക്കൂർ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങളുടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സ്ട്രെസ്ഫുൾ ആവില്ല. 1.25 മണിക്കൂർ സമയം കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തണം. അവിടെയാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രെസ്സിന്റെ പ്രധാനപ്പെട്ട റീസൺ സമയത്തിന്റെ ഒരു അപര്യാപ്തതയാണ്. ഇതാണ് നിങ്ങളെ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആക്കുന്നത്. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു ടൈം മാനേജ്മെന്റ് വേണം. നിങ്ങളുടെ എക്സാം ഹോളിൽ ചിലപ്പോൾ ക്ലോക്ക് ഉണ്ടാവാം, ചിലപ്പോൾ ക്ലോക്ക് ഉണ്ടാവില്ലായിരിക്കാം. എന്താണ് പ്രശ്നമെങ്കിലും മണി അടിക്കുമല്ലോ, ഇത്ര സമയം കഴിയുമ്പോൾ മണി അടിക്കുമല്ലോ, അത് ഫോക്കസ് ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന സബ്ജക്റ്റിൽ അവസാനം ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇപ്പൊ മാത്സിൽ ഒരു ചോദ്യം ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് GKയിൽ ഒരു 10 ചോദ്യം ചെയ്യാൻ പറ്റുമായിരിക്കും. കാര്യം ഇത് ആരുടെ വാശിക്കല്ല നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്, നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാത്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം കൂടുതൽ നിങ്ങൾ GK പോർഷൻ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾ മാത്സിൽ കിടിലമാണെന്നുണ്ടെങ്കിൽ മാത്സ് തന്നെ അതിന് തുടങ്ങാം. എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ സബ്ജക്റ്റുകൾ അവസാനത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് മറ്റ് സ്ട്രാറ്റജികളിൽ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. ബിക്കോസ് എല്ലാവരും സ്പെഷ്യൽ ആണ്, എല്ലാവരും യുണീക്ക് ആണ്. ഞാനൊരു ജനറലി വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി പറഞ്ഞതേ ഉള്ളൂ. ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ എനിക്ക് മാത്സ് ഒരു ആവറേജ് രീതിയിൽ മാത്രമാണ് എനിക്ക് അതിൻ്റെ എക്സ്പെർട്ടൈസ്. ഞാൻ ഫസ്റ്റ് ഞാൻ GK സോൾവ് ചെയ്യും, പിന്നെ ഇംഗ്ലീഷ് മലയാളം സോൾവ് ചെയ്യും, പിന്നെ മെന്റൽ എബിലിറ്റി സോൾവ് ചെയ്യും, പിന്നെ മാത്സിലേക്ക് പോകും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം മാനേജ് ചെയ്യാനായിട്ട് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എലിമിനേഷൻ ടെക്നിക്സും നമ്മുടെ KK+AP ഒക്കെ യൂസ് ചെയ്യുക. ഇതിന് ഒരു നിവൃത്തിയില്ല എന്ന് തോന്നുന്ന ചോദ്യങ്ങൾ മാത്രമേ സ്കിപ്പ് ചെയ്യാവൂ. ഒരു 50-50 എങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉത്തരം എഴുതണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തന്നെയാണ് PSCയുടെ പുതിയ പാറ്റേൺ. കാര്യം റാങ്ക് ലിസ്റ്റ് ഒക്കെ ചുരുക്കമാണ്. ഇപ്പം റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുക്കണം, ശാസ്ത്രീയമായ രീതിയിൽ റിസ്ക് എടുക്കുക. അങ്ങനെ റിസ്ക് എടുത്തില്ലെങ്കിൽ നമ്മൾ ആരും എങ്ങും എത്തത്തില്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. കുറച്ചൊക്കെ റിസ്ക് ലൈഫിൽ എടുക്കണം. ഓക്കെ, ഈ ഒരു പരീക്ഷയുടെ സൈക്കോളജിക്കൽ തലം ഞാനൊന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ സ്ട്രെസ് മാനേജ്മെന്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. പല പരീക്ഷകളുടെ തലേ ദിവസങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് സെഷൻസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്.
ഒന്ന് കണ്ടു നോക്കുക. കുറേ ടെക്നിക്സ് അതിൽ പറയുന്നുണ്ട്. ഇനി ഏത് പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നിക്സ് അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ അപ്രോച്ച് എന്താ ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇപ്പം ഇത് അടുത്ത കാലത്ത് PSC നടത്തിയൊരു പരീക്ഷയാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഒരു ചോദ്യകർത്താവ് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തരും, പിന്നെ ഭയങ്കര ഈസി ഒരു സില്ലി ക്വസ്റ്റ്യൻ തരും, പിന്നെ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തരും, പിന്നെ 2-3 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, പിന്നെ ഒരു ഈസി ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മളെ ആകെപ്പാടെ ഭ്രാന്തടിപ്പിക്കുന്ന രീതിയിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ തന്നെയാണ് പരീക്ഷകളുടെ പേപ്പർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്, നിങ്ങളെ സ്ട്രെസ്ഫുൾ ആക്കാൻ വേണ്ടി വ്യക്തമായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് സ്ട്രെസ് ഇല്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ചോദ്യം കണ്ടോ, ടെൻഷൻ അടിക്കുന്ന ഒരാള് ചോദ്യം മൊത്തം വായിച്ചു നോക്കാൻ നിൽക്കത്തില്ല, ഉത്തരത്തിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് പണി കിട്ടുക. നോക്കിയേ, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്ന ചോദ്യം അല്ലെ. ഉൾപ്പെടുന്നത് എന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ ഉത്തരം കണ്ടെത്താൻ പോവുക. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ വട്ടമിട്ട് വെക്കുക, ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണെന്നുള്ളത്. ചില ചോദ്യ പേപ്പറിൽ ഇത് ചില ഇൻവിജിലേറ്റേഴ്സ് പേപ്പറിൽ കുത്തിവരയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അവരുടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കുക, ഉൾപ്പെടാത്തതാണെന്നുള്ള മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, വേദാധികാര നിരൂപണം ആരാ എഴുതിയത്? സ്ഥിരം PSC ചോദ്യമാണല്ലോ. ചവറച്ചനല്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ 4th സ്റ്റേറ്റ്മെന്റ് എന്തായാലും വന്നേ വരത്തുള്ളൂ. അപ്പം തന്നെ നിങ്ങൾ എയും ബിയും എലിമിനേറ്റ് ചെയ്തു. 4 വരും എന്നുണ്ടെങ്കിൽ 2 ഉണ്ടാവും. കണ്ടോ, 4ന്റെ കൂടെ എപ്പോഴും 2 ഉണ്ട്. അപ്പൊ 4ഉം 2ഉം എന്തായാലും ഇദ്ദേഹത്തിന് അല്ലെന്നറിയാം. പിന്നെ സ്ഥിരം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആത്മാനുതാപം അല്ലെ. ചവറ് കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ ചൂട് വന്നു എന്നൊക്കെയുള്ള രീതിയിൽ കോഡുകൾ പറയാറുണ്ട്. നമുക്ക് കോഡിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ, അല്ലാതെ ഒരു ഡിസ്റെസ്പെക്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യാൻ, കാരണം ഇങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരു ജോലി ആയിരിക്കും കിട്ടുക, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും വരത്തില്ല അല്ലെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം C ആണ്. C ആണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കൃതിയാണല്ലോ, പിന്നെ ഫസ്റ്റ് ഉള്ളത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഒറ്റയടിക്ക് ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ സിയിലേക്ക് അപ്പം തന്നെ എത്താൻ പറ്റുമായിരുന്നു. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാലും മതി. കാര്യം ചില ആൾക്കാർക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ് കുറയും. ഇവിടെ രണ്ടാമത്തെ ചോദ്യം കണ്ടോ, ഭയങ്കര ഈസി ചോദ്യം. ക്യാപ്റ്റൻ ഡിലനോ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് യുദ്ധമാണ്? കുളച്ചിൽ യുദ്ധം. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. ഇത്ര ഈസി ചോദ്യം പ്രതിഷ്ഠിച്ചതിന്റെ പർപ്പസ് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു അവയർനെസ് ലെവൽ കുറയ്ക്കാനാണ്. ഈ ഇത്രയുള്ള ചോദ്യം നിങ്ങളുടെ ചിന്തയുടെ ലെവൽ കുറയ്ക്കും. അപ്പോഴത്തെ അടുത്ത ചോദ്യം ഇടിവെട്ട് ഏറ്റവും അടുത്ത ചോദ്യം. ഇൻ മെമ്മോറി എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചതാര്? ഇത് കാണുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് മൊത്തം പോകും. ഇതൊരു പുതിയൊരു ചോദ്യമായിരുന്നു അല്ലെ. ഇതിന്റെ ഉത്തരം ജോസഫ് നോയൽ പേറ്റൺ ആണ്. ഇൻ മെമ്മോറിയൽ നല്ലൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഒരു ഈസി ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ഡിഫിക്കൽട്ട് ചോദ്യം തന്നപ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. പക്ഷെ താഴോട്ട് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ട മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ താഴോട്ടുണ്ട്. പക്ഷെ ഇവിടെ ആദ്യത്തെ 3 ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി തലയ്ക്ക് അടിയിട്ടികളായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയൊന്നും വായിച്ചു നോക്കാൻ പോലും തോന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം. ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. എന്തായാലും ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ എത്ര പഠിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞാലും കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും വരും. അത് കണ്ട് പതറരുത്. ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു 10 ചോദ്യം കട്ട ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കണ്ട് പതറരുത്. പിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് വരും. അപ്പൊ ഒരു കോൺഫിഡൻസിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിശാലമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് യൂസ് ചെയ്തേ. ഈ ഒരു ചോദ്യം അതൊന്ന് യൂസ് ചെയ്തേ. ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് അല്ലെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ബാങ്ക് അല്ലാത്ത എന്ന ചോദ്യം. അതായത് 4 ഓപ്ഷൻസ് ഉണ്ട്, ഏത് ഒന്നാണ് ബാങ്ക് അല്ലാത്തത്. നിങ്ങൾ ചോദ്യം അങ്ങ് വിടുക. ഇതിനകത്ത് ഓഡ് വൺ ഔട്ട് അല്ലേ ചോദിച്ചിട്ടുള്ളത്, ഒറ്റയാനെ കണ്ടെത്താനല്ലേ ഇൻ എഫക്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒറ്റയാൻ ആരാ? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആണോ, ഇൻഷുറൻസ് ബാങ്ക് ആണോ, മ്യൂച്വൽ സേവിങ്സ് ബാങ്ക് ആണോ, വാണിജ്യ ബാങ്ക് ആണോ? ഇവിടെ ശ്രദ്ധിക്കുക, ബാങ്കിങ് ഇതര ധനകാര്യ സേവ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് പരിചയമുള്ള ബാങ്ക് ഏതാ? നിങ്ങൾ പോയിട്ടുള്ള ബാങ്ക് ഏതാ ഈ കൂട്ടത്തിനകത്ത്? അത് മാത്രം ആലോചിച്ചാൽ മതി. വാണിജ്യ ബാങ്കിലൊക്കെ നമ്മൾ എല്ലാവരും പോയിട്ടില്ലേ? മ്യൂച്വൽ സേവിങ്സ് ബാങ്കോ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കോ ഇൻഷുറൻസ് ബാങ്കിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കൂട്ടത്തിൽ ഒറ്റയാൻ നമുക്ക് പരിചയമുള്ള വ്യക്തിയതേ ഉള്ളൂ. മറ്റേ 3 എന്തൊരു ഹൈ ലെവൽ സാധനമാണ് വേറെ. അപ്പോൾ ഒറ്റയാനെ കണ്ടെത്താനാണ് ഇൻഎഫക്റ്റീവ് ചോദ്യം ചോദിച്ചത്. അപ്പൊ എത്ര ഡിഫിക്കൽട്ട് ചോദ്യമാണെങ്കിൽ നമുക്കതിനെ ഒരു ഈസി ഫോർമാറ്റിലേക്ക് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ.
ഇതൊക്കെ എക്സാം ഹോൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സ്ട്രെസ് മാനേജർ പ്ലേലിസ്റ്റ് കാണാം, അത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായി തന്നെ നാളത്തെ പരീക്ഷ എല്ലാവരും എഴുതാൻ പോവാം. മെയിൻസ് പരീക്ഷ എഴുതുന്നത് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നാളെ എക്സാം ഹോളിലേക്ക് കടക്കാൻ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ്, അതുവഴി തരുന്നൊരു എനർജി ഒന്ന് വേറെ തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായി തന്നെ പോയി പരീക്ഷ എഴുതാൻ. നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. എല്ലാവരുടെ എക്സാം സെന്റർ കമന്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ.